guys, welcome back to our YouTube channel Akshayadi Vlogs. This is നമ്മൾ സൂയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗയ്സ് നമ്മൾ സൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗയ്സ് നമുക്ക് നേരെ അകത്തോട്ട് പോവാം. അപ്പോൾ ഗയ്സ് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള സൂയിലാണ് വന്നിട്ടുള്ളത്. സോ ആദ്യം ഫോട്ടോഷൂട്ട് നടക്കണം ഗയ്സ്. ഓക്കേ, അമ്മ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. സോ ഇനി ആദ്യം അപ്പോൾ നമ്മളിവിടെ അരുവിക്കര പോയി ഡാമൊക്കെ കണ്ട് നല്ല തൊഴുതിട്ടൊക്കെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് എൻ്റെ കൊച്ചിയിലല്ലേ സൂയിൽ വന്നിട്ടുള്ളത്. അതിന് ശേഷം ഇതൊരു സൂയിൽ വന്നിട്ടില്ല. സോ എക്സ്പ്ലോറിങ് വീഡിയോ ആണ്. സോ ഗൈസ് നല്ല അടിപൊളിയാണ്. ഇതാണ് ഗൈസ് നമ്മളെ സൂ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അതില്ല, അവിടെയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഉണ്ടല്ലേ. ഗൈസ് എൻട്രൻസ്, എക്സിറ്റ്. ഗൈസ് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. സോ ഗൈസ് നമ്മളെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ചിൽഡ്രൻസിന് 10 രൂപയും വലിയവർക്ക് 30 രൂപയെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അകത്തേക്ക് കയറാമല്ലോ. സോ ഗൈസ് നമ്മൾ കണ്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് കുരങ്ങൻ ഇരിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ടൊരു ലൈവ് ഇത് കാണുന്ന. ഇതോ അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതാ അമ്മ. ഗൈസ് ഇത് കാളയാണോ എരുമയാണോ പശുവാണോ അറിയില്ല ഗൈസ്, എന്തോ ഒരു സാധനമാണ്. നിങ്ങൾക്കൊക്കെയാണല്ലോ ഗൈസ്. നിങ്ങൾ ആരെങ്കിലും സൂയിൽ വന്നിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാൻ. കമൻറ്റ് ബോക്സ് ഓണാണെന്ന് എനിക്കറിയില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഗൈസ് ഇവിടെ ഗൈസ് എന്താ കുരങ്ങനാണോ ഗൈസ്? അത് ആ ഗുഹ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. കണ്ടോ ഗൈസ്? അതിലാണെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട്, എനിക്ക് ക്ലിയർ അല്ല. കണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഓ മൈ ഗോഡ്, എന്തൊരു വലിയ സാധനമാണ് ഗൈസ്. ഗൈസ് അപ്പം ഞാൻ വിചാരിച്ചു ഹായ് ക്യാമറ. ഓക്കെ ഗൈസ് നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞ നല്ല രസം. ഇത് നോക്കൂ ഗൈസ്. അപ്പം ഇവരുടെ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരെ നിങ്ങൾ കാണുക. ഇനിയുണ്ട് ഗൈസ്, നമ്മൾ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്ത് കുറ്റപ്പെട്ടതാണ് ഇതിൽ. എവിടെ ഓ അതിനെ കാണാനേ ഇല്ല. ആ ഹോട്ടൽ എവിടെ? ഓ ഗൈസ് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് ആദ്യത്തെ സംശയം. ബട്ട് അടിപൊളി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുരങ്ങനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ്. കുരങ്ങ് എന്തൊരു കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചുമ്മാ അല്ലേ ഇത്ര ഒളിച്ചിരുന്ന കാശ്. ഇനിയുണ്ട് ഗൈസ്, നമ്മൾ പൊയ്ക്കോണ്ടി. ഓ നമുക്കിവിടെ ക്യാമറയൊക്കെ പിടിക്കണേ. ഓക്കെ ഗൈസ്, ഇവിടെ കൊക്കിനെ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളാണുള്ളത്. ലൈക്ക് ഹലോ ഓസ്ട്രിച്ച് ഗൈസ്. ഓസ്ട്രിച്ച് അല്ല, ഇത് വേറെ. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ നോക്കി. ഗൈസ് തത്ത. ഗൈസ് തത്ത. ലുക്ക് അറ്റ് ദാറ്റ്. അയ്യോ സോറി. തത്തേ നോക്കൂ. ഓക്കെ ഹായ് ഗൈസ്. മൂങ്ങ.
ഈ ഗൈസ് ഇത്രയും വലുതാണ് മൂങ്ങ. ഗൈസ് നമുക്ക് മൂങ്ങയെ കാണാൻ പോകും. ഇവിടെ എന്തുവാ സെയിം കൂട് തന്നെ എന്നെ ഇട്ടു. നീ ഗൈസ് ഹായ് മൂങ്ങ. ഈ സ്റ്റാച്ചു വേണം ഗൈസ്. അല്ല അല്ല റിയൽ ഗൈസ് മൂങ്ങ. നല്ല മൂങ്ങ ഗൈസ്. വെള്ളി മൂങ്ങ. അയ്യോ കൊല്ലേ. അത് എടുത്താ ഓക്കെ ഗൈസ്. ഇവിടെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്. ഈ സാധനമാണ്. ഓരോരുത്തർ ഓരോത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മണ്ടയിലുണ്ട്. ആ ഗൈസ് ഐ സീ ഹിയർ ഈസ് ദേർ. ഒളിച്ചിരിക്കുകയാണ് കവർ. ഇനി എന്റെ സൗണ്ട് ക്ലിയർ ആയിരിക്കില്ല ഗൈസ്. ഐ പാരറ്റ്. ഫോട്ടോ കട്ടനെ ഫോട്ടോ എടുത്തു നമ്മള്. ഇവിടെ മനുഷ്യർ മാത്രമാണ്. മനുഷ്യരുടെ കൂടായിട്ട്. അയ്യോ ദിസ് വേ എന്ന് എഴുതി. വാവ് ഗൈസ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നൈസ്. ഇനി ഗൈസ് നമ്മൾ നേരെ പോകുന്നത് താഴേക്കാണ്. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കുലുങ്ങി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെയൊക്കെ വരാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാമായിരുന്നു. ഡാമിലേക്ക് പോയി. നൈസ്. ദിസ് എന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് താണ്ടേ ഇതിനെ പോലത്തെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ദിസ് വേ. തത്തേ പോലത്തെ കാര്യങ്ങൾ കാണണമെങ്കിൽ ദാറ്റ് വേ. ഏത് വേണം? ദാറ്റ് വേ. ഇത് തത്ത. ഇവിടെ വേണ്ട ഗൈസ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെയാണ് ഉള്ളത്. നമുക്ക് നേരെ പോകാം. നമുക്ക് സമയമില്ല. സോ അതാണ് പെട്ടെന്ന് പോകുന്നത്. അധികം ഒന്നും കാണാതെ. ഇവിടെ എന്തോ ഉണ്ടോ ഗൈസ്? ഇവിടെ ഇങ്ങനെ ഗ്ലാസ്. അടുത്ത നമ്മൾ പക്ഷികളാണ് നമ്മൾ പോകാൻ പോണേ. ഐ ഗൈസ് സ്ലോപ്പ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ കൂടെ സ്റ്റെപ്പൊക്കെ കയറി ക്ഷീണിക്കണ്ട. നമുക്ക് ഇങ്ങനെ ചടിച്ചടി. മൈ ഗോഡ് ഗൈസ്, ഇത്രയും വലിയ ബേർഡ്സ് ഒക്കെ അതിൻ്റെ അകത്ത് നടക്കൂ. നമുക്ക് ബേർഡ്സിനെയൊക്കെ കാണാം. ഗൈസ് എനിക്ക് തന്നെ ആ വരിയായിരുന്നു ഈസി. കുറുക്ക് വരിയായി പോയി. ഇത് ഗൈസ് ഒരു പ്രത്യേക തരം മൂങ്ങയാണ്. എവിടെ? ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ വെള്ളിമൂങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. കാണുന്നുണ്ടാ? അതിൻ്റെ ഇടയിൽ കൂടെ സൂക്ഷിച്ച്. വെള്ളിമൂങ്ങയുടെ ഫേസ്. കുറച്ചും കൂടെ ക്യാമറ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് കാണാം. സോ ഗൈസ്, നമുക്ക് ഇനി അടുത്ത് ഇവിടെ കൂടെ നേരെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ വഴി കൂടെ പോവാം. ഗൈസ് അവിടെ കൂടെയാണ് കോക്രോച്ച്. ഇത് വലിയ കാര്യങ്ങളാണ്. ഇവിടെയുള്ള ബേർഡ്സ് ഒക്കെ വലുതാണ്. എന്റെ പൊന്നോ, ഇത്രയും വലിയതാണ് കണ്ടോ? പിന്നെ വേറെ ഇത് ഏത് ബേർഡ്?
ഇതാണ് ഗൈസ് ആ ഇരിക്കുന്ന ബേർഡ്. എന്ത് വലിയതാണ്. ഇതൊക്കെ വെളിയിലിറക്കിയ ഇതൊക്കെ നമ്മളെ അടിച്ച് കൊന്നാണ് ഹലോ. ഓക്കെ ഗൈസ് നമ്മളിതാ അവിടെ കൂടെ പോവാം. കുറേ ഇവിടെ എന്നാ നിങ്ങക്ക് നല്ലപോലെ കണ്ട നല്ല വലുതാണ്. ഈ ക്യാമറ കാണാൻ പുതിയ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിയ. അടുത്ത് ഗൈസ് ഇത് മീനാണോ? മുതല ഗൈസ്. മുതലകളെ കാണാനോ? ഓ മൈ ഗോഡ് ഗൈസ് മുതലേരെ മൂക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട്. തല ഗൈസ് മുതല കിടക്കണേ വെള്ളത്തില് ദോണ്ട് ഗൈസ് കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ മുതലയാ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത എക്സ്പ്ലോറിലോട്ട് പോവാം. നമുക്കിനി അവിടെ പോവാം. വാവ് ഗൈസ് അതിന്റെ വാവ് ഇതിന്റെ അകത്ത് ഇതും ഉണ്ടായിരുന്നു. ആദ്യ ഗൈസ് നിങ്ങളെ തലകുത്തനെ കാണിച്ചെങ്കിൽ ക്ഷമിക്കണം. പൊട്ടിയിടക്കാൻ. ഓ മൈ ഗോഡ് സ്വാം സ്വാം സ്വാം. ഓ പിന്നെ ഗൈസ് ആകാശത്ത് കുറച്ചൊക്കെ ഉണ്ട്. അടുത്ത് വെച്ച് കാണുന്നതാണ് ഇത്. അവിടെ കൊക്കുണ്ട്. സോ ഗൈസ് അടുത്ത നമുക്ക് പോവാം. എന്റെ പൊന്നു ഒന്നും പറയില്ല. വലിയ ബുക്ക് ഗൈസ് വലിയ ബുക്ക്. നല്ലതാണ്. നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓമിണ്ടായി അവിടെ. ഓക്കെ ഗൈസ് നമുക്ക് അടുത്തും വരാം. അന്നാണ് നടന്നു. ഇനി ഗൈസ് അവിടെ പോവാം. മീനൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളായി. പാമ്പിനെ കാണാൻ എനിക്ക് ഞാൻ ശരിക്കും വന്ന പാമ്പേ. അപ്പൊ ഗൈസ് നമുക്കിനി ഇവിടെ ഇറങ്ങാം. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ നീർനായേ അതെന്തര്? എന്തരമ്മ സാധനം? ഓ അതെ ഇതല്ലേ കാണിക്കാൻ പറ്റില്ല ഗൈസ്. എന്നാലും ഞാൻ ഗൈസ് പോയി ഗൈസ്. പിന്നെ അവിടെ ഒരു വലിയ കുളമുണ്ട് ഗൈസ്. നമ്മള് മല താണ്ടി പുഴ താണ്ടി എല്ലാം നീർ. അപ്പൊ ഗൈസ് നീർനായനെ അവിടെ ഇരിക്കുന്നത് മേളില് ഇങ്ങോട്ട് വാ. കുളിച്ച് കയറുന്നു നീർനായ. അയ്യോണ്ട് ഏതാ പക്ഷിനെ പിടിച്ചിട്ട് പറഞ്ഞത്? താഴെ പോയി നല്ല എക്സ്പ്ലോർ ആയിട്ട്. അപ്പൊ ഗൈസ് നമ്മളിനി അങ്ങോട്ട് പോവാം. ടൈഗറിനൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് ഗൈസ്. വാണ്ട് ടു സീ ടൈഗർ.
ഈ സാരിക്ക് ഇപ്പോഴും പേടിയാണ് ടൈഗേഴ്സിനെയൊക്കെ. ടൈഗറൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടില്ല. പിന്നെ ഗൈസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഡെയിൻമൈ ലീഫ് ഇടൂ, അതിടൂ. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരാൾ ഗോപിക, ഇഷാനി, നിവേദിത. ഇവർ 3 പേരുമാണ്. ഇനി ഇവരെ പേര് പറഞ്ഞില്ല എന്നുള്ള പ്രശ്നം തീരും. ഗൈസ് അടുത്തൊരു കരടിക്കുട്ടനെ നമുക്ക് കാണാം. ബേർ, വി സീ ബേർ. ബേർ എവിടെ പോയി? ബേർ ഗുഹയിലെന്ന് തോന്നുന്നു. ബേറിനെ കാണാനില്ല. എവിടെ? എവിടെ? Where is there, guys? Did you? My God. ശരിക്കും ഒരു കരടിയൊക്കെ അടുത്ത് വെച്ച് കാണാൻ ഒരു ഭാഗ്യം കിട്ടണം. കരടിക്കുട്ട ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു ഫോട്ടോ അവർ വെച്ചിട്ടില്ല. ഒന്നില്ല. അക്വാറിയൊക്കെ ലാസ്റ്റ് കാണാം. വീട്ടിലുള്ള സാധനം കാണാനാണ്. ടൈഗേഴ്സിനെയും പാമ്പിനെയൊക്കെ പണ്ടൊക്കെ വന്നപ്പോൾ പാമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാമ്പിനെയൊക്കെ എവിടെ എടുത്ത് മാറ്റി വെച്ചെന്ന് ആർക്കും എവിടെ എടുത്ത് മാറ്റിയല്ലാത്ത എല്ലായിടത്തും പോയിട്ടാണ്. ഓ, പാമ്പിനൊന്നും ഇടാൻ പറ്റൂലടി. ഞാൻ സത്യമായിട്ട് പേടിച്ചു പോയി. നേരെ പോവാം. വീണ്ടും എക്സ്പ്ലോർ. ഡോറേനെ പോലെ നമ്മൾ ഇങ്ങനെ കാടും മലയും എല്ലാം കടന്നു പോകുകയാണ്. എന്നെ പോലെ ആദ്യമായിട്ട് സുഖമാണവർക്കൊക്കെ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ടൂറിസ്റ്റിലെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തൊരു സിംഹം! അയ്യോ, സിംഹം! സിംഹമാ? മലയാളം പറയടാ. സിംഹത്തിന്റെ മലയാളം അമ്മമ്മ കരയില്ല. സിംഹത്തിന്റെ ലയൺ ഗൈസ്. ലയൺ അവിടെ സ്ലീപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് സിംഹം ഉറങ്ങ. സിംഹം ഒന്ന് എണീറ്റിങ് ഇത്തിരി കൂടെ ഫോട്ടോ എടുക്കായിരുന്നു. എന്നിട്ട് വേണം ഒരു കടി വാങ്ങിയിട്ട് പോവാം. അതിനും കടിയാണല്ലോ ജീവനും കൊണ്ടാടണേ. അപ്പൊ ഇവിടെ വന്നാലും സിംഹം നമ്മൾ സിംഹം കുട്ടനെ നന്നായിട്ട് കാണാൻ പറ്റും. കണ്ട സിംഹം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സിംഹത്തിനെയൊക്കെ. അയ്യോ, സിംഹം! ഉറങ്ങാണെന്ന് വിചാരിച്ചു സിംഹം എന്തോ എണീറ്റിരിക്കാം. ഞാനിങ്ങോട്ട് വരാം. സിംഹം കിടന്നു. എന്തിനടി എണീപ്പിക്കണം? അമ്മ ഇവിടെ കൂടെ കയറുമ്പോ നല്ലപോലെ നമുക്ക് കാണാം. ലയൺ, സിംഹം. നമുക്ക് നേരെ പോവാം ഗൈസ്. യു ക്യാൻ സീ നല്ല പാടമുണ്ട് ഇവിടെ നിന്ന് കയറാൻ. സിംഹത്തിനെ ഞാൻ കണ്ടു ഗൈസ്. എവിടെ സിംഹം എന്ന് ചോദിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി ഇതായിരിക്കുന്നു സിംഹം. ഇതെന്ത് ക്യാമറ ക്ലിയർ ഇല്ല ഗൈസ്, സോറി. പേടിയാവണം ആദ്യം പേടിയാവണേ. സിംഹം ഉറങ്ങി ഗൈസ്. ഒരു സിംഹം കൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. കാട്ടിലെ രാജാവിന് സിംഹം താമസിക്കുന്നതാണ് ഗൈസ് ഈ ഏരിയയിൽ. ചിലപ്പോൾ അവിടെ ഗൈസ് സിംഹമൊക്കെ ഉണ്ടായിരിക്കും. ആ കുഴിയിലല്ലേ അമ്മ? ഇത് കടിക്കണം കൊള്ളായിരിക്കും. സിംഹം എണീറ്റുണ്ടെങ്കിൽ സിംഹത്തിന്, പക്ഷെ നമ്മൾ നല്ലപോലെ കണ്ടു കേട്ടാ സിംഹത്തിന്.
ക്യാമറയിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇറച്ചിയൊക്കെ വെക്കുന്ന പാത്രം. നിങ്ങൾക്ക് വേണ്ടി ഞാനെന്ന് പറയുന്നവർക്ക് ബാക്ക് 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 ബാക്ക്. ഞാൻ സിംഹത്തിനെ കണ്ടു, പുലിനെ പുലിനെ കണ്ടില്ല നമ്മൾ. പുലിക്കുട്ടനെങ്കിലും നേരെ ചെവ ഇരുന്നാൽ നമ്മളുടെ ഭാഗ്യം. പക്ഷേ ആ പുലിയെല്ലാം വന്ന് കടിച്ചൊരു സത്യത്തിൽ പേടിയൊന്നും ഇല്ല. പക്ഷെ ഇതിനൊക്കെ കാണുമ്പോൾ ഇതിനെയൊക്കെ നേരിട്ടേ സാധാരണ ഈ കാർട്ടൂൺസിലും സിനിമയിലും അല്ലാതെ സിംഹത്തിനെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ചെറിയ വളരെ ചിന്ന പേടിയേ ഉള്ളൂ. ഫേസ് കാണിക്കാത്ത എന്തെന്ന് വെച്ചാൽ അവിടെ എന്തോ അതിശയമായ കാഴ്ച ഉണ്ട്. സോ അതാണ് ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കണം. വി ക്യാൻ ഓൾസോ ഓ മൈ ഗോഡ് ആന ഹിപ്പോപ്പൊട്ടാമസ് ഗൈസ്. നമ്മളിതാ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പോയി. ഹിപ്പോപ്പൊട്ടാമസ് തന്നെ, യെസ് ഹിപ്പോപ്പൊട്ടാമസ്. നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് അവിടെ നിന്ന് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ഹിപ്പോപ്പൊട്ടാമസ്. നമ്മളെ ടോയ്സ് ആനിമൽസ് വെച്ച് കളിച്ചപ്പോൾ പറഞ്ഞില്ലേ ഹിപ്പോപ്പൊട്ടാമസ്. അതാണ് സൂപ്പർ ഗൈസ്. ഹിപ്പോപ്പൊട്ടാമസ് ആദ്യം ഞെട്ടിയിരിക്കുകയാണ്. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട് ഞെട്ടിപ്പോയി. കുഞ്ഞു ഹിപ്പോപ്പൊട്ടാമസ് ഗൈസ്, കുഞ്ഞു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. യെസ്, അതാണ് 3 ഉള്ളു. അങ്ങോട്ടാ എന്നാ നേരെ പോവാ. വാ, ഇവിടെ വന്നാല് നല്ലപോലെ നീ ഉണ്ട് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് തിന്നിട്ടില്ല. ഹിപ്പോ ഗൈസ്, ഹിപ്പോ ഒന്ന് മിണ്ടാതിരിക്കുക വെച്ചേ. ഹിപ്പോപ്പൊട്ടാമസ് ഫോണിനെ കടിച്ചെടുക്കും. നിങ്ങൾ എവിടെ നിന്ന് വന്നത് ഗൈസ്? നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഹിപ്പോപ്പൊട്ടാമസിന്റെ മേളിൽ കയറി കാക്ക ഇരിക്കുന്നുണ്ട്. കാക്കൊന്നും ഇരിക്കുന്ന വേറെ സ്ഥലം. അപ്പൊ ഗൈസ് അമ്മ പുലിയൊന്നുമില്ലേ? എനിക്ക് പുലിയെ കണ്ടിട്ട് തന്നെ ഗൈസ് മറ്റേ എന്തൊരു ഡിനോസറാ ഇതിന്റെ മേളിലൊരു മുള്ളു പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അമ്മ. ഇതിനെ പോലെ മൂക്കിലൊരു മുള്ളിരിക്കുന്ന ഒരു സാധനം എന്തോരമ്മ അതിനെ പറയണ? ഡിനോസറാ. മണ്ണ് കഴിക്കണം ഗൈസ് ഹിപ്പോപ്പൊട്ടാമസ്. സോ കാണാതെ എനിക്ക് നഷ്ടം. എവിടെ ആനേനെയൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഉത്സവത്തിന് കാണാൻ ആന പോരെ. എവിടെ? ഓ ആനയൊക്കെ ഭയങ്കര ആനക്ക് ഡ്രസ്സ് വിട്ടു കൊടുത്ത റൈനോസർ പോയി ഗൈസ്. അവിടെ ആരെന്ത് റൈനോസർ ഗോസ്. ഒരു റൈനോസറൊക്കെ ഭയങ്കര റൈനോസർ അത് പോയമ്മ. ടാറ്റാ. സോ ഗൈസ് നമുക്കിനി നേരെ ഇതാണ് ഗൈസ് നമ്മൾ മാപ്പ് വന്നിട്ട് നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് റൈനോസേഴ്സ് ഇതാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. റൈനോസറിനൊക്കെ ഡ്രസ്സ് പോലത്തെ എന്തൊക്കെയുണ്ട് ഗൈസ്. റൈനോസറിനെ നമ്മൾ മിസ്സാക്കി. റൈനോസർ ദോ കിടക്കുന്നു അവിടെ. അതാണ് ഒറ്റക്കൊമ്പന് കാണ്ടാമൃഗം. പിന്നെ ഗൈസ് നമ്മൾ ഇങ്ങനെ നടന്ന് നല്ല സ്ഥലങ്ങൾ സൂപ്പർ. ഇതെല്ലാം
ഒന്ന് ഉറങ്ങ അമ്മ ഒന്നല്ല അമ്മ ഗൈസ് ഇതിന് ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട അമ്മ പറയാ പാറയാണെന്ന്. ഹിപ്പോ വിശ്രമിക്കുകയാണ്. ഇതുകൊണ്ട് 2 ഹിപ്പോ. There was 2 hippos in the pond. നമ്മൾക്ക് വേണ്ടി വീണ്ടും പോകാലോ. നമ്മളിപ്പം ഈ വീഡിയോയുടെ ലെങ്ത് നല്ല പോലത്തെ ലെങ്ത് ഉണ്ട്. ഏകദേശം 40-50 മിനിറ്റത്തെ വീഡിയോ ആണ്. 40 മിനിറ്റ് ഏകദേശം വരും. ബസ് നടക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം. മാനോ അവിടെ പുള്ളിമാനുണ്ടോ? ടൈഗറാ എവിടെ? കൊമ്പുള്ള മാന്, കൊമ്പുള്ള മാൻ, കൊമ്പില്ലാത്ത മാൻ, സിംഹം, കടുവ. ഓ മൈ പുള്ളിമാനാണ് ഗൈസ്. പുള്ളി ഒന്നും വന്നില്ല അമ്മ. സ്റ്റോപ്പ് ഗൈസ്. അടുത്ത് നമ്മൾ കാണാൻ പോണ ലയൺ ആൻഡ് ടൈഗർ. ഓടി എണ്ണീറ്റ് തളർത്തുന്ന. ഓ പുള്ളിമാൻ, പുള്ളിയുള്ള മാൻ. ഓ പുള്ളിയുണ്ട്. പുള്ളിമാൻ അപ്പുറത്ത്. ടൈഗറും ലയനും ഇവിടെ. എനിക്ക് ടൈഗറിനെ വേണം എനിക്ക് കാണാൻ. ഐ വാണ്ട് ടു സീ ടൈഗർ. എനിക്ക് ടൈഗറിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിമാൻ